ഒന്നുമില്ല. ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ആലപ്പുഴ ജിംഖാനയെ കുറിച്ചാണ് പറയാൻ പോണത്. നമ്മൾ ഓൾറെഡി തിയേറ്ററിൽ നിന്നും പടം കണ്ടു, ഇപ്പം OTT വന്നപ്പോൾ വീണ്ടും കാണുകയും ചെയ്തു. മലയാളത്തിൽ ശരിക്കും ഈ സ്പോർട്സ് ഡ്രാമ റിലേറ്റഡ്, അതായത് സ്പോർട്സ് റിലേറ്റഡ് പടങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു ടൈപ്പിൽ വന്ന ഒരു പടമായിരുന്നു ആലപ്പുഴ ജിംഖാന. അതിൽ ശരിക്കും നസ്ലിൻ്റെ ആ ഒരു എന്താ പറയുക സ്റ്റാർ വാല്യൂ ഇല്ലേ, അത് വെച്ചായിരുന്നു ഈ പടം പ്രൊമോട്ട് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കാണുമ്പം ശരിക്കും അവനാണ് അതിനകത്ത് ഫോക്കസ് ആയിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ പടം കണ്ടവർക്കറിയാം അവനല്ല അതിലെ സ്റ്റാർ, ബാക്കിയുള്ളവരാണ്. ശരിക്കും അത് പ്രൊമോഷന് വേണ്ടി ആയിരിക്കും നസ്ലിനെ വെച്ചിട്ട് ചെയ്തത്. എന്നിട്ട് ഈ പടത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം തോന്നുന്ന കുറച്ച് നെഗറ്റീവ് സംഭവങ്ങൾ ഞാൻ പറയാം. ഞാനിതൊരു സ്പോർട്സ് ഡ്രാമ പോലത്തെ ഒരു പടം, അതായത് നമ്മുടെ ദംഗലോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് പടം പോലെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നിട്ട് ഈ പടം കണ്ട് തുടങ്ങി കഴിഞ്ഞപ്പം ഇതിലെ കോച്ചിനെ തൊട്ട് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമ്മളൊരു കോച്ചിനെ കാണിക്കുന്നുണ്ട്. ആ കോച്ചിനെ കാണുമ്പോൾ തന്നെ എൻ്റെ എല്ലാം പോയി. എന്താ പറയുക, ഇപ്പം അവർ ബോക്സിങ് പഠിക്കാനാണ് പോണേ. അതിനകത്ത് ആകെ 2 മൂവ്മെൻ്റ് പുള്ളി പഠിപ്പിക്കുന്നുള്ളൂ. അതിനൊന്നും കാര്യമില്ല. കരാട്ടെ കിഡിലെ കോച്ച് എങ്ങനെയാ, പക്ഷെ പുള്ളി പഠിപ്പിക്കുന്നത് എന്താ? അതിനകത്ത് ലാസ്റ്റ് ആവുമ്പോ എങ്ങനെയാ അവനെ പഠിപ്പിച്ച് അടിപൊളിയാക്കിയില്ലേ? പഠിപ്പിച്ചില്ല, അവൻ ഒബ്സർവ് ചെയ്തിട്ടാണ് സാധനം വിൻ ചെയ്യുന്നത്. അത് ഞാൻ പറയാം. കോച്ചിന്റെ ബോഡി ലാംഗ്വേജ് ഈസ് നോട്ട് ഇമ്പോർട്ടന്റ്. ബോഡി ലാംഗ്വേജ് അല്ല പറയുന്നത്, അവൻ മറ്റവനെ ഒബ്സർവ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. അതായത് കരാട്ടെ കിഡിലെ ആ കൊച്ചിനെ ജാക്കി ചാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇവഞ്ച്വലി ലാസ്റ്റ് ആവുമ്പം അവൻ പഠിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ ഫസ്റ്റ് കാണിക്കുന്ന കോച്ചില്ലേ, ഞാൻ എന്തായിരുന്നു അവന്റെ പേര്, രണ്ടാമത് വരുന്ന കോച്ചിന്റെ കാര്യമല്ല പറയുന്നത്, കോട്ടയം നസീർ. പുള്ളീൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല, പക്ഷെ കോച്ചെന്ന് വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്ന ആളുടെയും ഞാൻ പറയാം. രണ്ടാമത് പറയുന്ന ആള് വമ്പൻ എന്താ പറയുക, ഇന്ത്യക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബോക്സിംഗ് താരമായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഇവര് ഫസ്റ്റ് റിങ്ങിലേക്ക് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ വെയിറ്റ് എടുക്കാൻ പോകുന്ന സമയമുണ്ട്. അപ്പം എന്താ പറയുക, വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ പോലും ആ കോച്ച് കൊടുത്തിട്ടില്ല അവർക്ക്. പിന്നെന്താ, ഫസ്റ്റ് അവർ പോകുമ്പോൾ അവർ കയറി ചെല്ലുമ്പോൾ കാണിക്കുന്നില്ലേ, ഒരു വലിയ റിങ് കാണിക്കുന്നുണ്ട്. ഇതാണോ റിങ് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പം അത്രയും വലിയൊരു കോച്ചാണെങ്കിൽ ആ റിങ്ങിനെ കുറിച്ചൊക്കെ കുറച്ചൊരു ഇൻഫർമേഷൻ കൊടുക്കണ്ടേ അവർക്ക്? ഒരു സ്റ്റേറ്റ് ലെവലിൽ പോവാണ്, മനസ്സിലായോ? കിട്ടുന്നുണ്ടോ? എന്ത് ലെവലാണെങ്കിലും ഫസ്റ്റ് അങ്ങോട്ട് ചെല്ലുമ്പം അങ്ങനെയാണ് ഇവർക്ക്. പിന്നെ നെസ്ലിൻ അവിടെ ഇരുന്നിട്ട് ബാക്കിയുള്ള ഒരു ഇടി കൂടുമ്പം ഈ കോച്ചിനോട് ചോദിക്കുന്നുണ്ട്, അതെന്താ നോക്കൗട്ടാണോ അല്ലെങ്കിൽ എന്താ പറയുക അത് പോയിന്റ് ആണോ? അത്ര ആ ബേസിക് സംഭവങ്ങൾ പോലും ഈ കോച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഏറ്റവും സിമ്പിളായിട്ട് അവരവിടെ പോകുമ്പോൾ ഫുഡ് നല്ലോണം കഴിക്കുന്നുണ്ട്. ഒരു കോച്ചൻ പുച്ഛിച്ചു വിടുകയല്ലേ ചെയ്യുന്നത്. അത് കുറയ്ക്കണം എന്നുള്ള ആ ഒരു സംഭവം പറഞ്ഞിട്ടില്ല പുള്ളി. ചിലപ്പോൾ പുള്ളി ഇങ്ങനെയാണ്, ഒരു കോമ്പറ്റീഷൻ മൈൻഡിലല്ല, അവർക്ക് ഒരു എക്സ്പീരിയൻസ് എന്ന രീതിയിലാണ് കൊണ്ടുവരുന്നത്. ഒരിക്കലും അല്ല. ഒരു കോച്ച് എന്നുള്ള ലെവലിൽ ചിന്തിക്കുമ്പോൾ അവരുടെ ടീം വിജയിക്കണം, എന്ത് വേണം ചെയ്യാന്നുള്ള രീതിയിലാണ് ചെയ്യുക. പക്ഷേ ആ ഒരു സംഭവം എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയില്ല. പിന്നെ ഇതിൻ്റെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ, ഇത് എടുത്തേക്കുന്നത്. ഇപ്പം മലയാള സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഈ ബോക്സിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തേക്കുന്ന വേറൊരു പടമില്ല. അതിൻ്റെ ഇപ്പം ഒരു ഫൈറ്റ് ഇല്ലേ, എല്ലാ ഫൈറ്റും എടുക്കാം അതിനകത്ത്, ബോക്സിംഗ് റിങ്ങിലുള്ള ഫൈറ്റുകൾ. അത് നല്ല ഇൻറ്റൻസ്, നമുക്ക് ശരിക്കും നമ്മളവിടെ ഇരുന്ന് കാണുന്ന രീതിയിൽ തന്നെ ആ ക്യാമറ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആ വിഷ്വൽസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ എടുത്തിട്ടുണ്ട്. അത് ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പടത്തിൽ. പിന്നെ നസ്ലിൻ ഇതിനകത്ത് ശരിക്കും ഒരു ഹീറോ അല്ല. അവൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കോഴി, അത്ര പറയാനുള്ളൂ. ശരിക്കും കോഴി, എല്ലാവരെയും പുറകെ നടന്ന് കുറച്ച് ഡയലോഗൊക്കെ അടിച്ച് നടക്കുന്ന ഒരാൾ, തള്ളിക്കൊണ്ട് നടക്കുന്ന ഒരാൾ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തായിരുന്നു അവൻ്റെ പേര്, ഗണപതി ഇല്ല, ഗണപതിക്കാണ് കുറച്ചുകൂടെ ആ ഒരു ഹീറോയിസം സംഭവം തന്നേക്കുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര നെഗറ്റീവായി തോന്നിയത് എന്താ പറയുക, ഈ ലാസ്റ്റ് ഗണപതിയിൽ ഒരു ഫൈറ്റ് ഉണ്ട്, അടിപൊളി ഫൈറ്റാണ് അത്. അവൻ വാക്ക് ഓവർ ചെയ്യുന്ന ആ ഒരു സംഭവം, അത് എനിക്ക് ഒട്ടും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് എന്തിനാണ് വാക്ക് ഓവർ ചെയ്യുന്നതെന്നുള്ളത്, അത് എനിക്ക് കണക്റ്റ് ആയില്ല ആ സംഭവം. അതിനുവേണ്ടി അവനത് ചെയ്യണം എന്നൊരു സംഭവം. ലാസ്റ്റ് പറയുന്നുണ്ട്, 3 അടി കിട്ടിയ സ്ഥിതിക്ക് ഞാൻ അവിടെ വാക്ക് ഓവർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതൊട്ടും എനിക്ക് കണക്റ്റ് ആയില്ല അത്. പിന്നെ ഈ പടത്തിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതെന്താ ആൽക്കഹോൾ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന മലയാള സിനിമകൾ ചെയ്യുന്നുണ്ടെന്ന്. ഇതിൽ ഇവരെന്താ +2 തോറ്റപ്പം, അതായത് +2ന്റെ ഈ പടം തുടങ്ങുന്ന ആ ഒരു സീനിലാണ്. ആലോചിച്ച് നോക്കണം, +2 കഴിഞ്ഞ പിള്ളേര്
കള്ള് ഷാപ്പിൽ പോയിരുന്നിട്ട് വെള്ളം അടിച്ചിട്ടാണ് പടം തുടങ്ങുന്നത്. എനിക്ക് ഈ ആലപ്പുഴ ജിംഖാന കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനത്തെ കുറേ പടങ്ങൾ മലയാളത്തിൽ വരണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ സ്പോർട്സ് റിലേറ്റഡ് മൂവി, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന മൂവികളില്ലേ, അങ്ങനത്തെ മൂവികൾ കണ്ടിട്ട് കുറേ പേര് ഇൻസ്പയർ ചെയ്ത് അത് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പം ജിംഖാന വന്ന ടൈമിൽ യൂട്യൂബിൽ ചിലപ്പം ഭയങ്കരമായിട്ട് സെർച്ച് കൂടിയിട്ടുണ്ടാവും എങ്ങനെ ബോക്സിങ് പഠിക്കുക എന്നുള്ള സംഭവമൊക്കെ. അപ്പം ഒരു സംഭവം വന്നിട്ട് അത് കണ്ട് അത് പഠിക്കാൻ വേണ്ടി പോകുന്ന അങ്ങനത്തെ മൂവികളൊക്കെ കൂടുതൽ മലയാളത്തിൽ ഇറങ്ങണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടൊരു താല്പര്യമുണ്ട്. കാരണം നമ്മൾ ഹോളിവുഡ് മൂവീസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബോക്സിങ് മൂവീസ് ഉണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തോന്നും നമുക്കത് പഠിക്കണം. ഇപ്പം കരാട്ടെ കിഡ് നോക്കി നോക്ക്, അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഇത് വരില്ലേ, എന്തെങ്കിലും ഒരു മാർഷൽ ആർട്സ് പഠിച്ചു വെക്കണം, അത് നമ്മളെ ഡിഫെൻഡ് ചെയ്യും, നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യാന്നുള്ള അങ്ങനത്തെ നമ്മളെ ചെയ്യിപ്പിക്കാൻ തോന്നുന്ന പടങ്ങൾ അങ്ങനെ കുറേ വരണമെന്ന് എനിക്ക് പേഴ്സണലി ആയിട്ട് ആഗ്രഹമുണ്ട്. RDX ഒക്കെ അതുപോലെയാണല്ലോ. RDX ഇറങ്ങിയ ടൈമല്ലേ മറ്റേ ആ ഒരു ടൂൾ, അതിൻ്റെ പേരെന്തായിരുന്നു, അഞ്ചക്കോ, അത് വെച്ചിട്ട് പഠിക്കുന്നതിനെ പറ്റിയിട്ട് എന്തോരം ട്രെൻഡിങ് ആയിരുന്നു. പക്ഷേ ഈ ബോക്സിങ് റിലേറ്റഡ് ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ പോയൊരു പടമായിരുന്നു മറ്റേ ദാവീദ്. അത് എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ഒന്നുമില്ല, ഓക്കെയാണ്. ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആണ് എനിക്ക്. അതാ കുട്ടികളുണ്ടായിരിക്കും. വെള്ളത്തിന് അച്ഛനെ കൊണ്ട് ഓരോ അബദ്ധത്തിൽ ചാടിപ്പിക്കുന്ന ഒരു മോളും, അത് കേട്ട് തുള്ളുന്ന ഒരു അച്ഛനും, പിന്നെ ഒരു ഒരു കംബാക്ക്, ഒരു പ്രിപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഫീല് കിട്ടും. ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ, ട്രെയിനിങ്ങിനൊക്കെ അതൊന്നും ഇല്ലാത്ത. ഞാൻ പറഞ്ഞ എന്താ അറിയോ, ഇപ്പോൾ ഒരു ഹോളിവുഡ് മൂവി എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം അയാളുടെ ഒരു ട്രാൻസിഷൻ കാണാൻ പറ്റും. അത് ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്നിട്ട് നമുക്കും ഇത് ആവാം, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കും തോന്നും അവന് ചെയ്യാൻ പറ്റി, നമുക്കും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഫീല് കിട്ടുന്ന മൂവികളില്ലേ, അത് മലയാളത്തിലില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഈ ജിംഖാന എടുത്താൽ പോലും അതിനകത്ത് ആ ഒരു ഫീല് വന്നില്ല. ഇപ്പം അവർ +2 തോറ്റു, അടുത്ത കോളേജിൽ അഡ്മിഷൻ കിട്ടണേൽ ഗ്രേസ് മാർക്കിന് വേണ്ടിയാണ് ഇവന്മാർ വന്നിട്ട് ഈ പരിപാടി ചെയ്യുന്നത്. അല്ലാണ്ട് പാഷനായിട്ട് ഇതെനിക്ക് ചെയ്തേ പറ്റൂ അങ്ങനെ എവിടെയും ഫീലായില്ല പടത്തിൽ. ആ ഒരു ഫീല് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇപ്പം ഇന്ത്യയിൽ ഇറങ്ങിയ പടങ്ങളിൽ വെച്ച് നോക്കുമ്പം ദംഗൽ എടുത്ത് നോക്ക്, അതിനകത്ത് ആദ്യം ആ പിള്ളേർക്ക് ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല, പക്ഷേ ചില സിറ്റുവേഷനിലൂടെ കടന്നുപോയി അവരുടെ ആ ഒരു ഗ്രോത്ത് ഉണ്ട്. തുടക്കത്തിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് അതൊരു ടൈം കഴിയുമ്പോൾ പിന്നെ അതാവുന്നില്ലേ. അതിൽ ജസ്റ്റ് അവരൊരു കല്യാണത്തിന് പോകുന്നുണ്ട്, അവിടെ നിന്ന് ആ ഒരു ഫ്രണ്ട് പറയുന്ന വേർഡ്സ്, അവരുടെ അച്ഛനെ പറ്റി പറയുന്ന ആ വേർഡ്സിലാണ് അവരവിടെ ഇൻസ്പയർ ആവുന്നത്. അല്ലാണ്ട് അതിപ്പോൾ ഞാൻ പറയട്ടെ, നീ ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ നിനക്കും തോന്നിയില്ലേ ഒരു ഗുസ്തിയൊക്കെ പഠിച്ചായിരുന്നെങ്കിൽ എന്നുള്ളൊരു സംഭവം വന്നില്ല? ഓക്കെ, എന്നാ പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനത്തെ ഒരു സംഭവമാണ്. നമ്മളെ എങ്ങനെ ഇൻസ്പയർ ചെയ്യണം ആ പടം കണ്ടിട്ട്, നമുക്കും അത് ചെയ്യണം. അങ്ങനെ ഒരു സംഭവം എനിക്ക് ജിംഖാനയിൽ കിട്ടിയില്ല. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. ഇപ്പം തെലുങ്ക് പടമായ നാനീൻ്റെ പടമല്ലേ ജേഴ്സി, അതൊക്കെ കാണുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. അത് കാണുമ്പോൾ അവൻ സെഞ്ചുറി അടിക്കുന്ന സീനെ കാണുമ്പം ഇമോഷണലി കണക്റ്റ് ആവും ആ പടത്തിനോട്. അങ്ങനെ ഒരു ഇമോഷണലി കണക്ഷനോ നമുക്ക് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഈ ജിംഖാനയിൽ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അത്രയൊക്കെയാണ് ആലപ്പുഴ ജിംഖാനയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ. പടം സോണി ലിവിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്, കാണാത്തവർ കാണാം. ഓക്കെ, താങ്ക് യു. എനിക്ക് ഈ ആലപ്പുഴ ജിംഖാന നെൽസന്റെ നെൽസൺ അല്ലല്ലോ, നസ്ലീൻ, അയ്യോ